ദൈവവചനത്തോടും ദൈവത്തോടും വിശ്വസ്തതയായിരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുന്നവൻ. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായിരിക്കും. നമ്മൾ ക്രിസ്മസിനോട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് കാണുന്നത്. ദൈവവചനത്തോടും ദൈവത്തോടും വിശ്വസ്തത പാലിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം, പരിശുദ്ധ കന്യാമറിയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അതിൽ ഒരു ശങ്കമില്ലാതെ ദൈവഗീതം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. ഈ വചനമാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചാണ് അത് മാംസമായിട്ട്, അതിന് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തോടും വിശ്വസ്തത ആരെല്ലാം പ്രവർത്തിയിട്ടുണ്ടോ അവരെല്ലാം ദൈവം വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുന്നത് തന്നെയാണ്. ആരെല്ലാമാണോ ദൈവത്തോടും ഒക്കെ വിശ്വസ്തത പാലിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മഹത്വപ്പെടുത്തിയിട്ടുള്ളതാണ്. മോശയുടെ ജീവിതത്തിലായാലും ജോഷുവയുടെ ജീവിതത്തിലായാലും അതിൽ പ്രവാചകന്മാരുടെ പലരുടെയും ജീവിതത്തിൽ അത് തന്നെയാണെന്ന്. അപ്പോൾ ദൈവവചനം ഉള്ളി വരുമ്പോൾ നമുക്ക് വചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് അസ്ഥിക്ക് തീ പിടിച്ചൊരു അനുഭവമാണത്. ആ വചനം ഹൃദയത്തിൽ വന്നു ചേരുമ്പോൾ ദൈവമായിട്ട് കൂടുതൽ വിശ്വസ്തത പാലിക്കാനായിട്ട് ദൈവം നമുക്ക് ശക്തി നൽകുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ അത് തന്നെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. ആ ദൈവവചനം ഏത് നിമിഷമാണോ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അന്ന് മുതൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച്, അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച്, അതിനെക്കുറിച്ച് മനസ്സിൽ രൂപം കൊടുത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടും വിശ്വസ്തത പാലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സഹനങ്ങൾ കുറേ ഏറ്റെടുക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ചില വ്യക്തികൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ഈ ലോകത്തിലേക്ക് മഹത്തമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആരെല്ലാം ദൈവം വിളിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനായിട്ട് സഹനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ ഈ തെസ്സലോനിക്കാരുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവവചനമാണ് നമ്മുടെ ജീവിത മാർഗ്ഗം അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനായിട്ട് പൊരുതുവാനുള്ള ഒരു കൃപയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ കൃപ ദൈവം മനുഷ്യർക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തോടും ചേർന്ന് വിശ്വസ്തത പാലിക്കാനായിട്ട് ശ്രമിക്കുന്നു അവർക്കെല്ലാം ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പുറത്ത് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു അവർക്ക് ദൈവം കൃപ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സഹനങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടെന്നാണ്. പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ അതിൻ്റെ നമ്മൾ കാണുന്നത് തന്നെയാണ്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ ദൈവത്തോടും വിശ്വസ്തത പരിപൂർണമായിട്ട് അതും അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന സാധനമാണ്. ഒരക്ഷരം മിണ്ടാതെ ദൈവഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മളും പാലിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ജനിച്ച് അത് ദൈവഹിതത്തിനോട് ചേർന്ന് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ക്രിസ്മസിനൊരു ആനന്ദം ഉണ്ടാകും നമുക്ക്. പരിശുദ്ധ അമ്മയുടെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്മസിൻ്റെ ഈ വചനവും ദൈവത്തിൻ്റെ ഹിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മളെല്ലാം ജനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആശയം നമ്മൾ ജനിക്കുന്നത് അതുതന്നെയാണ്. ക്രിസ്തു ജനിക്കുന്നുണ്ടെന്ന് പറയുന്ന കാരണം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തികളും അത് തന്നെയാണ് കടന്നത്. നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ പറയുന്ന ലോകം പറയുന്ന ഇത് ഒരു ക്രിസ്തുവാണ് കടന്നു പോകുന്നത് എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുമ്പോഴാണ് ക്രിസ്മസിന് ഒരു ആനന്ദവും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തോട് അവിശ്വസ്തത കാണിച്ചവരോടും അതുപോലെ ദൈവത്തോടും അവിശ്വസ്തത കാണിച്ചവർക്കൊക്കെ സ്വർഗം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആനന്ദം നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാംസന്റെ കാര്യത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവവചനം അറിയുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ ദൈവഗീതത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായിട്ട് അദ്ദേഹം ചെയ്തപ്പോൾ പരാജയങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ. അപ്പോൾ ദൈവവചനത്തിൽ ആരൊക്കെയോ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുള്ളൂ. ഒരാളെയും ദൈവം താഴ്ത്തിയിട്ടില്ല എന്ന് വചനം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ,
എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നു അവനൊരിക്കലും അധോഗതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ്. അവനൊരിക്കലും അധോഗതി ഉണ്ടായാൽ അവൻ്റെ ശത്രു ഒരു വശത്തോടെ വരുമ്പോൾ അവനെ കാണുമ്പോൾ പല 7 വഴി കൂടെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞത്. കാരണം അത്രമാത്രം ചൈതന്യം അവൻ്റെ മുഖത്ത് ദൈവവചനം പാലിക്കുന്നതും ദൈവത്തോടും വിശ്വസ്തത പാലിക്കുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിലെ മനുഷ്യ ശത്രുക്കൾ കാണുമ്പോൾ ഇവനൊരു അപാര ശക്തി ഉണ്ടെന്ന് പേടിച്ചിട്ട് ഓടിപ്പോകണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അതാണ്, ദൈവത്തോട് എന്തുമാത്രം വിശ്വസ്തത പാലിക്കുന്നുവോ, ദൈവവചനത്തോട് എന്തുമാത്രം വിശ്വസ്തത പാലിക്കാൻ നാം ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം, ദൈവാനുഭവം, ക്രിസ്ത്യാനുഭവം, അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചെന്നൊരു അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ ഈ ദൈവത്തോടും വിശ്വസ്തത പാലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ക്രിസ്മസിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദം നമ്മൾ കെടാതെ സൂക്ഷിക്കണം നമ്മൾ. കാരണം നമ്മളുള്ള ദൈവവചനത്തോടും അതുപോലെ തന്നെ ദൈവത്തോടും വിശ്വസ്തത പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവായ പിശാച് ഒരിക്കലും അടങ്ങിയിരിക്കില്ല. നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്മസും ഇത് തന്നെ ആയിരിക്കണം. ദൈവത്തോട് എപ്പോഴും വിശ്വസ്ത പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ മറ്റൊന്നിനും പുറകെ പോകാതെ ഈ ദൈവം എന്തുമാത്രം പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ ദൈവത്തോടും വിശ്വസ്തയായിരിക്കുന്നത് പോലെ നമുക്ക് വിശ്വസ്തമായിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.